എടക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് ഓപ്പൺ ഓഡിറ്റോറിയം സമർപ്പിച്ചു. ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് ഫണ്ടായ 22 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ഓപ്പൺ ഓഡിറ്റോറിയത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. PTA പ്രസിഡന്റ് ഷാജി എടക്കര അധ്യക്ഷനായിരുന്നു. തിങ്ങി നിറഞ്ഞിരിക്കുന്ന വിദ്യാർത്ഥിനികളെ സാക്ഷി നിർത്തിയാണ് വിദ്യാലയത്തിലെ പുതിയ ഓപ്പൺ ഓഡിറ്റോറിയം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം സ്കൂളിന് സമർപ്പിച്ചത്. സ്കൂൾ പ്രധാനാധ്യാപകൻ B. നാരായണൻ സ്വാഗതം പറഞ്ഞു. സ്വാഗത പ്രസംഗത്തിൽ വിദ്യാർത്ഥികൾക്ക് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും മാതാപിതാക്കളോട് തുറന്നു പറയാനുള്ള ആർജവം കാണിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഏറെക്കാലമായി ആഗ്രഹിച്ച ഒന്നാണ് കൾച്ചറൽ പ്രോഗ്രാമുകൾ ഉൾപ്പെടെ നടത്തുന്നതിന് ശാശ്വതമായ സംവിധാനം ഉണ്ടാക്കുക എന്നത്. അങ്ങനെയൊന്നാണ് ഇപ്പോൾ സാക്ഷാത്കരിച്ചത്. PTA കമ്മിറ്റി ജില്ലാ പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടപ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങൾ മുൻഗണനാതലത്തിൽ എഴുതി നൽകാനാണ് ആവശ്യപ്പെട്ടത്. അങ്ങനെ സ്കൂളിന്റെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരുന്നതിൽ ഒട്ടും താമസമില്ലാതെ ചെയ്തു നൽകുന്നവരാണ് ജില്ലാ പഞ്ചായത്ത് എന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ ഷാജി എടക്കര പറഞ്ഞു. നമ്മുടെ സ്കൂളിലെ വിവിധ പരിപാടികൾ, കൾച്ചറൽ പ്രോഗ്രാമുകൾ, അതുപോലെ തന്നെ അസംബ്ലികൾ, അതുപോലെയുള്ള വിവിധ മീറ്റിംഗുകൾ, പാരന്റ്സ് മീറ്റിംഗ് ഉൾപ്പെടെ കൂടുന്നതിന് വേണ്ടിയുള്ള ഒരു പെർമനന്റ് സംവിധാനം ഉണ്ടാക്കി കിട്ടുകയാണ്. അതിന്റെ ഒരു സഫലീകരണമാണ് ഇവിടെ ഇന്ന് നടക്കാൻ പോകുന്നത്. എനിക്ക് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ ഇസ്മായിൽ മൂത്തേടം സാഹിബ് ഇവിടുത്തെ ഡിവിഷൻ ജനപ്രതിനിധിയായി വന്നതിന് ശേഷം ഞങ്ങൾ PTA കമ്മിറ്റിയുടെ ഒരു മീറ്റിംഗ് അദ്ദേഹം പങ്കെടുക്കുകയുണ്ടായി. ആ മീറ്റിംഗിൽ ഞങ്ങളോട് ചോദിച്ചത് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ആവശ്യമെന്നാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അതിന് മുൻഗണനാക്രമത്തിൽ എനിക്ക് എഴുതിയിട്ടുണ്ടാക്കണം. ഈ മീറ്റിംഗ് ഓഫീസിൽ മുമ്പിലായിരുന്നു മീറ്റിംഗ് ചെയ്യുന്നത്. എടക്കര സ്കൂളിന് ഇത്രയും മനോഹരമായ ഓപ്പൺ ഓഡിറ്റോറിയം പൂർത്തീകരിക്കാം എന്ന് കരുതിയതല്ല. മലപ്പുറം ജില്ലാ പഞ്ചായത്തിന് പണത്തിന്റെ അപര്യാപ്തതയുണ്ട്. എന്നാൽ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഫണ്ടുകൾ വിനിയോഗിക്കും. 32% ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിക്കുന്നത് വിദ്യാഭ്യാസ കാര്യങ്ങൾക്കാണ്. മലപ്പുറം ജില്ലയിൽ സഹകരണ സിറ്റി ഉണ്ടാകും. എല്ലാ സാധനങ്ങളും ഈ സിറ്റിയിൽ ലഭ്യമാക്കുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ഇസ്മായിൽ മൂത്തേടം പറഞ്ഞു. നാട് ചുരുങ്ങുകയാണ്, അല്ലെങ്കിൽ ജനം കൂടി വാഹനം പെരുകുകയാണ്. റോഡിലൂടെ വാഹനം പോകാൻ കഴിയാതെ പ്രയാസമുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കാലത്ത് പുതിയ സിറ്റിയെ രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ത്യയിൽ ആദ്യമായി ഒരു സഹകരണ സിറ്റിക്ക് മലപ്പുറം തുടക്കം കുറിക്കാൻ തീരുമാനിച്ചത്. സഹകരണ മേഖലയിൽ ഒരു സിറ്റി ഉണ്ടാക്കാൻ പോവുകയാണ്. ആ സിറ്റിയിൽ ചെന്ന എല്ലാ സാധനങ്ങളും കിട്ടാവുന്ന രീതിയിലേക്ക് നമ്മുടെ വികസനത്തിന്റെ കാഴ്ചപ്പാടിനെ മാറ്റിക്കൊണ്ടുപോവുകയാണ്. മലപ്പുറം ജില്ലയിൽ ഏകീകൃത പെയിന്റിംഗ് നടപ്പിലാക്കും. എല്ലാ വിദ്യാലയങ്ങൾക്കും ഒരേ രീതിയിലുള്ള പെയിന്റിംഗ് ആയിരിക്കും. ഈ വർഷം മുതൽ ജില്ലാ പഞ്ചായത്ത് ഏകീകരണ പെയിന്റ് നടപ്പാക്കാൻ പോകും. എല്ലാ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂളും മലപ്പുറത്തെ എടപ്പാളിൽ വന്നാലും നാടുകാണി ചുരം ഇറങ്ങി താഴെ വന്നാലും അവർക്ക് തോന്നും ഇത് മലപ്പുറം ജില്ല എന്ന് തോന്നുന്ന രീതിയിൽ ഒരേ പെയിന്റ് എല്ലാ ഹൈസ്കൂളും. ഇപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ ഓരോ സ്ഥലത്തും ഓരോ പെയിന്റാണ്. PTA ഇഷ്ടത്തിന് പെയിന്റ്, അവിടുത്തെ അധ്യാപകർ ഇഷ്ടത്തിന് പെയിന്റ്, ഫണ്ട് കൊടുത്തോളം ഇഷ്ടത്തിന് പെയിന്റ്. ഇനി മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു വിദ്യാലയത്തിലും അങ്ങനെ ഇഷ്ടത്തിന് പെയിന്റ് കൊടുക്കേണ്ട നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ഒറ്റ പെയിന്റാണ്. മഴക്കാല രോഗങ്ങൾക്ക് പ്രതിവിധി ഉണ്ടാക്കും. ഓരോ ബ്ലോക്കിലും കെമിസ്ട്രി ലാബ് സ്ഥാപിക്കും. ചുങ്കത്രയിൽ ഫാം ടൂറിസം നടപ്പിലാക്കാൻ 5 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. വിദ്യാർത്ഥികളാണ് രാഷ്ട്രത്തിന്റെ ഭാവി. തന്റെ സമ്പാദ്യം മുഴുവൻ വിറ്റുപെറുക്കി കുട്ടികളെ പഠിപ്പിക്കാൻ സന്നദ്ധരാവുന്ന രക്ഷിതാക്കളാണ് ഇവിടെയുള്ളത്. അപ്പോൾ അവിടെ നമുക്ക് ഒരു ഫാം ടൂറിസം നടപ്പാക്കാൻ പോകുകയാണ്. 5 കോടി രൂപയാണ് ഈ വർഷം അവിടെ മാറ്റി വെച്ചുള്ളത്. നമ്മൾ അവിടെ വരുന്ന ആളുകൾക്ക് എല്ലാം ഒന്ന് ഉച്ചയ്ക്ക് ശേഷം അവിടെ നിന്ന് പോയി എൻജോയ് ചെയ്യാനും, അതുപോലെ തന്നെ കാലിക്കറ്റ് ഊട്ടിയിൽ പോകുന്ന ആളുകൾക്ക് ഇടത്താവളമായി നിൽക്കുവാനും, അതോടൊപ്പം തന്നെ പട്ടൂർ പമ്പ് അടക്കമുള്ള കോഫി ഹൗസ് അടക്കമുള്ള വിശാലമായ ഒരു സംവിധാനമാണ് നമ്മളവിടെ ഒരുക്കാൻ പോകുന്നത്. 100% വിജയം ഈ അധ്യയന വർഷത്തിൽ ഉറപ്പാക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾ പറയുന്ന വികസന പ്രവൃത്തി സ്കൂളിൽ കൊണ്ടുവരുമെന്നും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം പറഞ്ഞു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, മലപ്പുറത്ത് ഇവിടെ ഹയർ സെക്കൻഡറി ബാച്ചാണ്. ഇവിടെ +2 എഴുതുന്ന മുഴുവൻ കുട്ടികളും ജയിക്കുന്ന 100% വിജയം ഉറപ്പിക്കുന്ന ഒരു റിസൾട്ട് നമുക്കുണ്ടാകും. അതിന് കൈയടിച്ചാൽ പോരാ. കൈയടിച്ചാൽ മതിയോ? കൈയടിച്ചാൽ പോരാ. നിങ്ങൾ അതിന് റിസൾട്ട് കാണിച്ചിട്ടുണ്ട്. 100% റിസൾട്ട് എടക്കര ഹയർ സെക്കൻഡറിയിൽ റിസൾട്ട് വരുമ്പോൾ ഉണ്ടായാൽ ഈ വർഷം 90, 10%. വെരി സിമ്പിളാണ്. നിങ്ങൾ മനസ്സ് വെച്ചാൽ നടക്കും. അങ്ങനെ നിങ്ങൾ 100% റിസൾട്ട് ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് ഈ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് എൻ്റെ വക ഒരു നിങ്ങൾ പറയുന്ന ഒരു വികസനം സ്പോൺസർ ചെയ്യും.
വികസനങ്ങൾ പറയുന്നത് അപ്പൊ പറയണ്ടോ? വിദ്യാർത്ഥിനികൾ നിറഞ്ഞ ഹർഷാരവങ്ങളോടെയാണ് എതിരേറ്റത്. അടിസ്ഥാനപരമായ എല്ലാ സൗകര്യങ്ങളും സ്കൂളിൽ ഉറപ്പാക്കിയിട്ടുണ്ട്. വരും നാളുകളിലും സ്കൂളിൽ വിവിധ പദ്ധതികൾ കൊണ്ടുവരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്കൂൾ പ്രധാനാധ്യാപകൻ ബി നാരായണൻ സ്വാഗതം പറഞ്ഞു. പഞ്ചായത്ത് അംഗങ്ങളായ ധനഞ്ജയൻ, പി മോഹനൻ, ഒ ടി ജെയിംസ്, കബീർ പനോളി, പി ടി അംഗങ്ങളായ ഉമ്മർ വളപ്പൻ, രാധാകൃഷ്ണൻ, ഗഫൂർ വട്ടപ്പറമ്പിൽ, കാങ്കട നാസർ, ടി കെ മുജീബ്, അബ്ദുൽ ഹക്കീം, MTA പ്രസിഡന്റ് സജിന, വൈസ് പ്രസിഡന്റ് ഷൈനി പാലക്കുഴി തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, എടക്കര. സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ, കീ ഹോൾ സർജറി യൂണിറ്റ്, മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ്, എക്സ്റേ, ലാബ്, ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര. E4 മീഡിയ, മലയോരത്തിന്റെ ദൃശ്യവിസ്മയം.